കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയുണ്ട്. കോൺഗ്രസിന്റെ UDF-ന് 2 സ്ഥാനാർത്ഥികളും അവരുടെ ജീപ്പിന് മുകളിൽ കയറി നിന്ന് പ്രവർത്തകരെയും തങ്ങൾക്ക് ഒപ്പം നിൽക്കുന്ന നാട്ടുകാരെയും എല്ലാം അഭിവാദ്യം ചെയ്യുന്നു. തൊട്ട് സമീപത്ത് തന്നെ BJP-യുടെ 2 സ്ഥാനാർത്ഥികളുണ്ട്. BJP-യുടെ 2 സ്ഥാനാർത്ഥികളും സമാനമായി, കാരണം തൊട്ടടുത്ത് കണ്ണാമൂല വാർഡുണ്ട്, ഒപ്പം പേരൂർക്കട വാർഡുണ്ട്. ഈ രീതിയിൽ കുറവങ്കോണം വാർഡും തൊട്ടടുത്താണ്. ഈ 3 വാർഡുകളും ചേരുന്ന ഒരു പോയിന്റാണ്, ഒരു കോമൺ പോയിന്റ് കൂടിയാണ് പേരൂർക്കട ജംഗ്ഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ എല്ലാ സ്ഥാനാർത്ഥികളും ഒരുപക്ഷെ കുറച്ചുകൂടി കഴിയുമ്പോൾ തൊട്ട് സമീപത്തുള്ള കവടിയാർ, ഒപ്പം കവടിയാർ കോർപ്പറേഷനിലെയും വഴയിലെയും അടക്കമുള്ള വിവിധ കോർപ്പറേഷൻ വാർഡുകളുടെയും സ്ഥാനാർത്ഥികൾ കൂടി ഇവിടേക്ക് എത്തും. അവരെല്ലാം അവരുടെ മണ്ഡലങ്ങളിലെ അവസാനഘട്ട വാഹന ജാഥ, പ്രചാരണ ജാഥകളിലാണ്. അങ്ങനെ കുറച്ചുകൂടി കഴിയുമ്പോൾ പൂർണ്ണമായി തിരുവനന്തപുരം നഗരത്തിലെ മുഴുവൻ സ്ഥാനാർത്ഥികളും ഒരുപക്ഷെ പേരൂർക്കട ജംഗ്ഷനിലേക്ക് എത്തുന്ന കാഴ്ചകൾ നമ്മൾ കാണേണ്ടി വരും. അത് തന്നെയാണ് എല്ലാ കാലത്തും തിരുവനന്തപുരത്തെ ഈ പേരൂർക്കട ജംഗ്ഷനിലെ കാഴ്ചകൾ. എന്തായാലും ആ കാഴ്ചകൾ വളരെ ആവേശത്തോടു കൂടി അവസാന നിമിഷം അത് എത്രത്തോളം ആവേശകരമാക്കാം, എത്രത്തോളം ശക്തിപ്രകടനം കാണിക്കാനാകും, ആ രീതിയിൽ ശക്തിപ്രകടനം കാണിക്കുകയാണ് ഇപ്പോൾ പേരൂർക്കട ജംഗ്ഷനിൽ. മുന്നണികൾ ഓരോരുത്തരും അവരുടേതായ അവരുടെ കൊടികളും കൊടിതോരണങ്ങളും ഒപ്പം ബലൂണുകളും എല്ലാം പറത്തിക്കൊണ്ട് ഈ ഒരു ആഘോഷമാക്കി നിൽക്കുന്നു. ആ കാഴ്ചകളുടെ അപ്പോൾ അടുത്ത ഡ്രോണുമായി, അടുത്ത ക്രെയിനുമായി എത്തിയിട്ടുണ്ട്. സാധാരണ ലോക്സഭാ തെരഞ്ഞെടുപ്പെല്ലാമാണ് നമ്മൾ ക്രെയിനിൽ സ്ഥാനാർത്ഥിയെ ഉയർത്തി ആ ഒരു ആവേശത്തിന്റെ കൊടുമുടിയിൽ എത്തുന്ന കാഴ്ചകൾ കണ്ടിട്ടുള്ളത്. ഇതാ ഇപ്പോൾ BJP സ്ഥാനാർത്ഥികൾ ക്രെയിനിൽ ഉയർത്താനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു. ക്രെയിനിൽ 2 സ്ഥാനാർത്ഥികളും ഇപ്പോൾ BJP-യുടെ 2 സ്ഥാനാർത്ഥികളും ക്രെയിനിൽ കയറി കഴിഞ്ഞു. അല്പസമയത്തിനകം തന്നെ നമുക്ക് ആ ക്രെയിനിൽ ഉയർത്തി ആരാണ് കൂടുതൽ ഉയരത്തിലെത്തി വോട്ട് നേടുക എന്നുള്ള ഒരു മത്സര ബുദ്ധിയോടുകൂടി ഇതാ ഇവിടെ ക്രെയിന് കൂടി കൊണ്ടെത്തിച്ചിരിക്കുന്നു. ഒരുപക്ഷെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലെല്ലാം ഇത്തരത്തിൽ അപൂർവമായ കാഴ്ചകളാണ് ഈ കാഴ്ചകൾ. ആ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. 3 സ്ഥാനാർത്ഥികൾ ഈ പേരൂർക്കട വാർഡിലെയും മണ്ണാമൂല വാർഡിലെയും ഒപ്പം സമീപത്തെ വാർഡുകളിലെ 3 സ്ഥാനാർത്ഥികളുമായി ഇപ്പോൾ ക്രെയിനിൽ ഉയർത്തി കാണികളെയും പാർട്ടി പ്രവർത്തകരെയും അഭിവാദ്യം ചെയ്യാൻ പോകുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്, ഓരോ സ്ഥലങ്ങളിലും ക്രെയിനിൽ എത്രത്തോളം ഉയരത്തിൽ എത്തി പ്രവർത്തകരെ കാണാനാകുമോ അത്രത്തോളം ഉയരത്തിലെത്തി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി വിവിധ പാർട്ടികൾ മത്സരിക്കുന്നത്. സമാനമായി ഒരു കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ, ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ